ഹായ് വെൽക്കം ബാക്ക് ടു അബി സുഷി. നമ്മൾ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു പരാതിയാണ്. നമുക്ക് പല പല അപ്ഡേറ്റ്സുകൾ നമുക്ക് വരുന്നില്ല. മറ്റുള്ള ഫ്രണ്ട്സിന്റെ ഒക്കെ ഫോണിൽ പെട്ടെന്ന് വരുന്നുണ്ട്, നമുക്ക് ഈ അപ്ഡേറ്റ്സ് വരുന്നില്ല. പലരും നമുക്ക് കമന്റ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഈ അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ വിഷമമാണ്. അതിന് നമുക്ക് പുതിയൊരു ടെക്നിക് ഉണ്ട്. ആ ടെക്നിക് ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഇതിന്റെ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷെ പലരും ഇപ്പോഴും ചോദിക്കുന്നത് നമുക്ക് അത് എങ്ങനെയാണ് നമുക്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാനത് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ വീഡിയോയിൽ അത് ചെയ്ത് വെക്കുക. നിങ്ങളുടെ വാട്സ്ആപ്പിൽ അത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. മാത്രമല്ല എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഇൻഫർമേഷൻ ഇപ്പൊ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. നമ്മൾ എല്ലാവരും മൊബൈലിൽ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണ് അല്ലെ. പക്ഷേ ഈ വാട്സ്ആപ്പ് ഉപയോഗിക്കുന്നതിൽ നമുക്ക് ഡെയിലി അപ്ഡേറ്റ്സ് വരുന്നതുകൊണ്ട് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് അപ്ഡേറ്റ്സ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ആ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടോ. കാരണം ഫ്രണ്ട്സിന് കിട്ടുന്നുണ്ട്, പക്ഷെ നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുന്ന എന്താണ്, പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ അതിൽ കയറിയിട്ട് വാട്സ്ആപ്പ് നോക്കും. ഇവിടെ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അപ്ഡേറ്റ് ആണെന്ന് അറിയാം, അല്ലെങ്കിൽ നമ്മൾ ഓപ്പൺ ചെയ്യും. പക്ഷേ നമുക്ക് വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് അത് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, വാട്സ്ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടെ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട്, ചാറ്റ്സ് കാര്യങ്ങൾ കാണുന്നുണ്ട്. നമുക്ക് ഏറ്റവും മുകളിലായിട്ട് 3 ഡോട്ട്സ്, അതായത് മോർ ഓപ്ഷൻസ് എന്നുള്ള കാര്യം കാണാം അല്ലെ. അപ്പൊ അവിടെ നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കുറെ ഓപ്ഷൻസ് കാണാം. ചാറ്റ്സ്, ഇതിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ചാനലിൽ കയറിയാൽ കാണാൻ സാധിക്കും. നമുക്ക് ഏറ്റവും താഴേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതിന്റെ ആപ്പ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ആപ്പ് അപ്ഡേറ്റ്സ് എന്നുള്ളത്. ഈ ആപ്പ് അപ്ഡേറ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ആയിട്ട് വാട്സ്ആപ്പ് തന്നെ എന്തായിക്കോളും, നമുക്ക് അപ്ഡേറ്റുകൾ ഓട്ടോ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തോളും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പുതിയ പുതിയ ഓപ്ഷൻസ് വരുന്നത് നേരിട്ട് തന്നെ നമുക്ക് അപ്ഡേറ്റ് ആവും. ഇവിടെ താഴെ രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നത് നമുക്ക് ഏത് നെറ്റ്വർക്ക് വഴി നമുക്ക് ഡാറ്റ ഉണ്ടെങ്കിലും കിട്ടും, അതുപോലെ തന്നെ വൈഫൈ എവിടെയെങ്കിലും ഫ്രീ ആയിട്ടാണെങ്കിൽ അപ്പോഴൊക്കെ അപ്ഡേറ്റ് ആവും. പിന്നെ അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തേക്കാൻ മറന്നു പോകരുത്. കാരണം എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് നമുക്ക് കാണിക്കുകയും ചെയ്യും. എല്ലാവരും ചെയ്ത് വെക്കുക കേട്ടോ.